വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലഞ്ചാണിത്. കുറച്ച് വെജിറ്റബിൾസും വേങ്ങാക്കാതലും, കാതലിൻ്റെ വെള്ളം, വേങ്ങാക്കാതലിൻ്റെ വെള്ളമാണ്. ഉച്ചയ്ക്ക് ഇത് കഴിക്കാറുണ്ട്. രാവിലെ ഒരു ഗ്രീൻ ജ്യൂസും ഒരു എഗ്ഗും. ഈവനിങ് ആകുമ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഒരു ചായയൊക്കെ കുടിക്കും, വിത്തൗട്ട് ഷുഗർ. രാത്രിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് ജ്യൂസോ വെജിറ്റബിൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു 8-9 കിലോ വരെ കുറക്കാൻ പറ്റിയിരുന്നു. അത് കുറേ ആയി, പിന്നെ ഞാനത് നിർത്തി. ഇപ്പം രണ്ടാമതൊന്നും കൂടെ അതന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഡയറ്റ്. ഇതിലത്തെ റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ട്. ഇന്നലത്തെ സാന്ദ്ര തോമസിൻ്റെ വീഡിയോ കണ്ടിരുന്നു. നല്ല ബോൾഡായിട്ടുള്ള സംസാരവും, എന്താ പറയുക, എത്രയോ ആണുങ്ങളുടെ ഇടയിൽ നിന്നിട്ട് നല്ല തൻ്റെ ഇടത്തിൽ ആ സംസാരിച്ചോ. ഭയങ്കര ഒരു പ്രൗഡ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ആണെങ്കിൽ 1-2 ആരോടെങ്കിലും സംസാരിച്ച് 1-2 വർത്തമാനം കഴിഞ്ഞാൽ പിന്നെ കരയിൽ തുടങ്ങും. പിന്നെ ആ സംസാരമൊക്കെ ഇടറി ആകെ കൊളാക്കിയിട്ടുണ്ടാവും. ഞാൻ ആ വീഡിയോ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കണ്ട്. അതൊരു ന്യൂസിൽ കണ്ടതായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് കണ്ട്. ഓരോരുത്തരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവർ. ഞാനെപ്പോൾ അവർ ഓരോരോ വീഡിയോ എല്ലാം കാണുമ്പോൾ നോക്കും, എത്ര ബോൾഡായിട്ടാണ് സംസാരിക്കാൻ പറ്റുന്നത്. അതൊക്കെ ഒരു ധൈര്യം തന്നെയാണ്. ഞാനെപ്പോഴും വിചാരിക്കും, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഒരു സാന്ദ്ര തോമസ് മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇന്നലെ അവർ ആ ഫൈറ്റ് ചെയ്തത് കണ്ടേരം നല്ലൊരു സന്തോഷവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു, എന്താ പറയുക, ഒരു സന്തോഷം. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ചെറിയ കുട്ടികൾ വരെ പ്രതികരിക്കുന്ന ഒരു കാലമാണ്. എന്നാലും എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കൊന്നും ഇതൊന്നും സാധിക്കില്ല. ഞാൻ എൻ്റെ മക്കളടുത്ത് പറയും, എൻ്റെ മോളടുത്തൊക്കെ പ്രത്യേകിച്ച് പറയും, പറയേണ്ട കാര്യങ്ങൾ അന്നേരം പറഞ്ഞിട്ട് അത് തീർക്കണം. അത് വീട്ടിൽ വന്ന് ഇങ്ങനെ ഉള്ളിൽ വെച്ച് കരഞ്ഞ് ടെൻഷനായി ഈ കളി വേണ്ട. നമുക്ക് എന്താ പറയാനുള്ളത്, അതിനാരും പേടിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് അവരോട് പറയാം. എന്നാലാണ് നമ്മളടുത്തേക്ക് അവരെന്താക്കൂല, മറ്റൊരു കാര്യം കൊണ്ടും വരില്ല. നമ്മൾ ബോൾഡാന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അവർക്ക് തന്നെ ഏത് പാരൻസ് ആണെങ്കിലും കുട്ടികളെ അങ്ങനെ വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറയേണ്ട കാര്യങ്ങൾ പറയുക, പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചേ പറ്റൂ. ഞങ്ങളെല്ലാം കാലത്ത് അങ്ങനെ സമ്മതിക്കൂല, സംസാരിക്കാൻ പറ്റൂല. സംസാരിച്ചിട്ട് അത് എന്താ പറയുക, പെണ്ണുങ്ങളൊച്ചത്ത് സംസാരിച്ചാൽ അതൊക്കെ വേറൊരർത്ഥത്തിൽ കാണുന്ന ഒരു നാട്ടിലൊക്കെ വളർന്ന ആളുകളെ നമ്മളെല്ലാം. പക്ഷേ നമ്മളെ കുട്ടികളെന്താക്കും, ആ ഒരു